ഹലോ, അസ്സാം വലൈക്കും. സോറാസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും. പിന്നെ എന്താണ് മക്കളെ വിശേഷങ്ങൾ? സുഖമല്ലേ? മഴയാണ്, നല്ല മഴയാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റണില്ല. നമ്മളിന്ന് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കയ്പ്പക്ക കറി വറുത്തരച്ചിട്ട് കയ്പ്പക്ക കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കയ്പ്പക്ക നുറുക്കുകയാണ്. വലിയ കയ്പ്പക്കയാണ്, അപ്പോൾ ഞാൻ നാട്ട് മുറിച്ചതാണ്. നമുക്കത് ചെറുതാക്കി കട്ട് ചെയ്യണം. പച്ചമുളക്, തക്കാളി, സവാള ഒന്നും ഇടില്ല കേട്ടോ, ഇടണില്ല. സവാള ഇട്ടാൽ ആകെ കറി ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മുറിക്കട്ടെ കേട്ടോ. നമ്മൾ കയ്പ്പക്ക കയ്പ്പക്ക പകുതി എടുത്തോളൂ, അധികം ആളില്ലല്ലോ. ഒരു തക്കാളി, പച്ചമുളക് 4 നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് കേട്ടോ. ഇനി നമുക്ക് നാളികേരം ചിരകണം, കറി വെക്കാൻ നോക്കട്ടെ. ഈ നാളികേരം വറക്കണം. നാളികേരം നമ്മളിതാ ഇപ്പം എല്ലാവരും ചെയ്യുന്നതല്ല അറിയാം, അത് ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചതെന്ന് മാത്രം കേട്ടോ. ചുവന്നുള്ളി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, കറിവേപ്പില, നാളികേരം. ഇത് വറുത്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ നാളികേരം വറക്കട്ടെ. എന്താണ് വിശേഷങ്ങൾ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടാ? പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റണില്ല, അവിടെയൊക്കെ നല്ല മഴയാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക, മല്ലിപ്പൊടി 2 സ്പൂണ്, മുളകും പൊടി 1 സ്പൂൺ. ഒന്ന് മല്ലിയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചൂടായാൽ മതി. നാളികേരം നമ്മൾ നല്ല വറുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തക്കാളിയും കയ്പ്പക്കയും പച്ചമുളകും എല്ലതും കൂടി ഇട്ട് ഒന്ന് വേവിക്കാം. വേവിച്ചിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിങ്ങ എടുത്തിട്ടുണ്ട്. പുളി വേണ്ടേ? അപ്പോൾ നമുക്ക് ഇട്ടിട്ട് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ഇടാം. നല്ല കയ്പ്പക്ക എന്താ കാണാൻ ഭംഗിയുണ്ടാവും. നാളികേരം അരച്ചെടുക്കണം. നമുക്ക് നാളികേരം അരച്ചിട്ട് ആക്കി കഴിയും. ഇപ്പം
വെന്തിട്ടാ നമുക്കിത് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കണം. തിളച്ചാൽ നമുക്ക് നാളികേരം ഒഴിച്ച് കൊടുക്കണം. ഒന്ന് തിളച്ചിട്ടാണ് നാളികേരം ഒഴിച്ചിട്ട് പാർന്ന് കൊടുക്കട്ടെ. ഇതും കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി താളിക്കാം. കറി നമുക്ക് താളിക്കാം. വെളിച്ചെണ്ണ കടുക്, കളപ്പുളിന് ഒരു തരി മുളകും പൊടി കൊടുക്കും. അപ്പോൾ കറിൻ്റെ മേലെ ഇങ്ങനെ കളറായിരിക്കാം. കറി റെഡി ആയിട്ടാ. എല്ലാവരും വെച്ച് ഇതേപോലൊക്കെ തന്നെ വെക്കുക. ഞാൻ എൻ്റെത് കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.